അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫിദിയ എന്നാൽ എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഫിദിയ? ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ് ഭക്ഷ്യദാനം, അത് സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നൽകുക എന്നതാണ് ഫിദിയ കൊണ്ടുള്ള വിവക്ഷ ഉദ്ദേശിക്കുന്നത്. ഈ ഫിദിയ എപ്പോ നൽകണം, ആർക്ക് നൽകണം, എങ്ങനെ നൽകണം എന്നൊക്കെ പറയും. എത്ര പേർക്ക് കൊടുക്കണം? വാർദ്ധക്യമോ മാറാവ്യാധിയോ മൂലം നോമ്പിന് പകരം മുദ്ദ് നൽകുന്നവൻ മുദ്ദുകൾ കാലയെ കൂട്ടി കൊടുത്താൽ മതിയാകുന്നതല്ല. മനസ്സിലായില്ല? വാർദ്ധക്യമോ അല്ലെങ്കിൽ മാറാവ്യാധിയോ മൂലം നോമ്പിന് പകരം മുദ്ദ് നൽകുന്നവന് മുദ്ദുകൾ കാലയെ കൂട്ടി കൊടുത്താൽ മതിയാവൂല. ഓരോ ദിവസത്തെ തൊട്ടും ആ ദിവസം ആരംഭിച്ച ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ പകലിന്റെയും തൊട്ട് മുമ്പുള്ള സൂര്യാസ്തമയം മുതൽ എന്താക്കാം, നൽകാമെന്ന് സാരം. അത് ആദ്യമേ പോയിട്ട് കൊടുത്തു തീർക്കരുത് എന്നർത്ഥം. ഒരു റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ അകാരണമായി അടുത്ത റമദാൻ വരെ ഖളാ വീട്ടാതെ പിന്തിപ്പിക്കൽ ഹറാമാണെങ്കിലും അങ്ങനെ പിന്തിപ്പിച്ചാൽ നിർബന്ധമാകുന്ന മുദ്ദ് കാലയെ കൂട്ടി കൊടുക്കാവുന്നതുമാണ്. ഇനി ആർക്കാണ് മുദ്ദ് നൽകേണ്ടത്, ആർക്കാണ് ഫിദിയ നൽകേണ്ടതെന്നാണ്. ഫഖീറുമാരോ മിസ്കീന്മാരോ ആയ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഫിദിയ നൽകാൻ വേണ്ടി പറ്റുള്ളൂ. അന്യമതസ്ഥർക്കൊന്നും നൽകാൻ വേണ്ടി പറ്റൂല. സക്കാത്ത് ഒരു പാവപ്പെട്ടവരാണെങ്കിലും ശരി. ഇനി സക്കാത്തിന്റെ അവകാശികളായ മറ്റു 6 വിഭാഗങ്ങൾക്കൊന്നും ഈ ഫിദിയ നൽകിയാൽ ഫിദിയ വീടൂല. സക്കാത്തിന്റെ അവകാശികളായ മറ്റു 6 വിഭാഗങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ ഫിദിയ നൽകിയാൽ എന്താവില്ല, ഫിദിയ ഒന്നും വീടൂല. ഇനി എത്ര ഫിദിയ കൊടുക്കണം, എത്ര പേർക്ക് ഫിദിയ കൊടുക്കണം, അതായതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നിലേറെ മുദ്ദുകൾ നൽകാനുള്ളവൻ എല്ലാം കൂടി ഒരാൾക്ക് കൊടുത്താൽ മതിയാകും. ഇനി കൂടുതൽ ആളുകൾക്ക് കൊടുക്കലാണ് ഉത്തമം. ഒരു മുദ്ദ് നൽകുന്നവൻ അത് ഒന്നിലേറെ പേർക്ക് നൽകിയാൽ എന്താവൂല, സാധുവാവൂല, സ്വീകരിക്കൂല. അതിനാൽ 5 മുദ്ദുകൾ നൽകാനുള്ളയാൾ 2.5 മുദ്ദുകൾ വീതം 2 ആൾക്ക് നൽകിയാൽ 1/2 മുദ്ദ് ഒരാൾക്കും 1/2 മുദ്ദ് ഒരാൾക്കും വരുന്നതിനാൽ 1 മുദ്ദ് അസാധുവാണ്. 4 മുദ്ദ് നൽകിയതേ സ്വഹീഹാവുകയുള്ളൂ. 1 മുദ്ദ് വീണ്ടും ഒരാൾക്ക് നൽകേണ്ടതുണ്ട്. ഇനി മുദ്ദുകൾ നാട് മാറി കൊടുക്കാമോ? അപ്പൊ എന്റെ നാട് കണ്ണൂരാണെങ്കിൽ കാസർഗോഡുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്റെ നാട് പയ്യന്നൂരാണെങ്കിൽ ചെറുവത്തൂരുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കൊടുക്കാം, പക്ഷെ എന്തില്ല, ഈ മുദ്ദുകൾ നാട്ടിൽ തന്നെ കൊടുക്കണം എന്നുള്ള നിബന്ധനകളൊന്നുമില്ല. മുദ്ദുകളും കഫാറത്തുകളും എല്ലാം അന്യനാട്ടിൽ കൊടുത്താലും വീടാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പാവങ്ങളൊന്നുമില്ല, മിസ്കിന്മാരില്ല, ഫക്കീർമാരൊന്നുമില്ല, ആരുമില്ല. അപ്പൊ നമുക്ക് അടുത്ത നാട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഏത് യാത്രയിലും നോമ്പ് വിട്ടുവീഴ്ചയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല, ചില നിബന്ധനകളോട് കൂടിയുള്ള യാത്രയിൽ മാത്രമേ എന്തുള്ളൂ, വിട്ടുവീഴ്ചയുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാ യാത്രയിലും എന്തില്ല, നോമ്പിന് വിട്ടുവീഴ്ചയൊന്നുമില്ല. ചുരുങ്ങിയത് 132 കിലോമീറ്റർ എങ്കിലും യാത്രക്ക് എന്തുണ്ടാകണം, ദൂരമുണ്ടാകണം. ദൂരം അങ്ങോട്ട് മാത്രം 132 കിലോമീറ്റർ ഉണ്ടാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ടല്ല, അങ്ങോട്ട് മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഈ ദൂരം ഉണ്ടായാൽ മതിയാവില്ല. യാത്ര നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനമുള്ളതും പിന്നെയോ അനുവദനീയമായതുമാവണം. ഈ യാത്രയിൽ മാത്രമേ നോമ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ യാത്രയിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പ് പിടിക്കൽ തന്നെയാണ് ഉത്തമം. നമ്മൾ ദൂരയാത്ര ചെയ്യാണ്, ഒരു സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നല്ല സ്ഥലത്തേക്ക് പോവാണ്, 132 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും വിനോദയാത്രക്ക് പോവാണ്, മനസ്സിലായല്ലോ, മൈസൂരിലോ ഊട്ടിയിലേക്കൊക്കെ പോവാണ്, അങ്ങനെയാകുമ്പോ നമുക്ക് എന്താക്കാൻ പറ്റൂല, നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റൂല. അത് കടുത്ത ഹറാമാണ് എന്നർത്ഥം. ഇനി നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റും. ഹലാലായ യാത്രയാണ്, സിയാറത്തിന് പോകുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹലാലായ ആവശ്യത്തിന് വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഉത്തമമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാം.